CBK സലീം യൂട്യൂബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ചെന്നൈ ഗവൺമെൻറ് മ്യൂസിയം കാണാം. കൽക്കട്ട കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമാണ് ചെന്നൈ ഗവൺമെൻറ് മ്യൂസിയം. എഗ്മോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മദ്രാസിലെ സിറ്റിയുടെ ഹാർട്ടായ എഗ്മോറിലാണ് ഈ ഗവൺമെൻറ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ കാറ് മ്യൂസിയത്തിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടക്കുകയാണ്. അങ്ങനെ പുറത്തുകൂടി നടക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഈ ഡൈനോസറസുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാം. എൻ്റെ സണ്ണില്ല ആസിഫ് എന്ന എൻ്റെ മരുമകനും അനുജൻ്റെ മകനായ സിയക്കുട്ടിയും കൗണ്ടറിലേക്ക് കയറിപ്പോയി ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുന്നു. ഇപ്പോൾ നമുക്ക് ആ ടിക്കറ്റ് കൗണ്ടറിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റും ഒരുപാട് സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. മദ്രാസിലെ യൂണിവേഴ്സിറ്റികളും മറ്റും ഇതിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നതിനാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ആ കോമ്പൗണ്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ വാഹനങ്ങൾ നിർത്തി അവിടെ റെഫറൻസിനായും പഠിക്കുവാനും വരുന്നു. പ്ലാറ്റ്ഫോമിലെല്ലാം ഇരുന്ന് അവർ പഠിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മനുഷ്യ ചരിത്രത്തിൻ്റെയും മനുഷ്യ സംസ്കാരത്തിൻ്റെയും പ്രൂഫുകൾ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു സംഗതിയാണ് മ്യൂസിയം എന്നത്. കേണൽ ഡ്രൈപ്പർ 1762 ഇന്ത്യയിൽ കൊണ്ടുവന്ന പീരങ്കിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച ഒരു പീരങ്കിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച പീരങ്കി. എൻ്റെ അനുജൻ്റെ മകൻ സിയ പീരങ്കി കണ്ട് ആഹ്ലാദിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. കെട്ടിടത്തിൻ്റെ അത്ഭുതം കണ്ട് എൻ്റെ ഭാര്യയും മരുമകനും അങ്ങനെ കെട്ടിടത്തെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ബ്രിട്ടീഷുകാർ കെട്ടിയ ഈ കെട്ടിടം 1851 പിന്നീട് മ്യൂസിയം ആക്കുകയായിരുന്നു. അങ്ങനെ പലതരം പീരങ്കികൾ കണ്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗാലറികളുണ്ട് ഈ മ്യൂസിയത്തിൽ. ഇപ്പോൾ സ്കൾപ്ചറിൻ്റെ ഗാലറി ഉണ്ട്, വെപ്പണിൻ്റെ ഗാലറികളുണ്ട്, അതേപോലെ തന്നെ സുവോളജിക്കൽ ഗാലറികളുണ്ട്, സ്റ്റാമ്പിൻ്റെ ഗാലറികളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൾപ്ചറിൻ്റെ ഗാലറിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സ്കൾപ്ചറിൻ്റെ ഗാലറിയിലെത്തി. അവിടെ അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് ഞങ്ങളെ ഉള്ളിലേക്ക് എൻട്രി ആയി. ഇവിടെ ഒരു പുരാതന ശില്പങ്ങളുടെ ഗാലറിയാണ്. ഞാൻ ഈ മ്യൂസിയം ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്തെങ്കിലും അത് ഒരു വീഡിയോ ആക്കി ഇടാൻ ഞാൻ മുതിർന്നില്ല. കാരണം അത് വലിയ ഒരു എഫർട്ടാണ്. അതൊക്കെ കൂടി വിവരിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷ് ജോർജിൻ്റെ വീഡിയോ പോലും ഈ മ്യൂസിയത്തിൻ്റെ കണ്ടിട്ടില്ല. അദ്ദേഹം അതെടുക്കാനും മെനക്കെടാറില്ല എന്നാണ് തോന്നുന്നത്. അത്ര വിഷമമുള്ള ഒരു സംഗതിയാണ് ഈ മ്യൂസിയം ഗാലറികൾ നാം വീഡിയോയിലിടുക. എങ്കിലും ഞാൻ ആദ്യമായി ഒരു എഫർട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ അസറ്റാണ്. ഈ ശില്പങ്ങളും മറ്റും പഠിക്കുന്നവർക്കും അതിൻ്റെ ശിലയെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ വലിയൊരു അസറ്റ് തന്നെയാണ് ഈ ഗാലറി. ഞാൻ ഒരുപാട് ഗാലറി കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര വൈവിധ്യമാർന്ന ശില്പങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു ഗാലറി ഇതുവരെ കണ്ടിട്ടില്ല. ന്യൂഡൽഹിയിൽ ഒരുപാട് വൈഡായിട്ടുള്ള ഈ മ്യൂസിയം ഗാലറികളുണ്ട്. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്ത് ഇടാൻ പറ്റിയ അത്രയൊന്നും ചെറുതല്ല. കാരണം അത് ഒരുപാട് ദിവസങ്ങളോളം നമുക്കത് ഷൂട്ട് ചെയ്ത് വിവരിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും മദ്രാസും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്ന് മദ്രാസിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ചെന്നൈയിൽ വരുന്നവർക്ക് അത് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഇത് ചെയ്യുന്നത്. ഈ ശില്പങ്ങളുടെ പ്രധാനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഹൈന്ദവ കഥകളിൽ ഓരോ ശില്പങ്ങൾക്കും ഓരോ കഥകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ശില്പത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ കഥകൾ നാം ചികഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും രസമുള്ള വേറൊരു സംഗതിയില്ല എന്നതാണ്.
പണ്ടത്തെ യുദ്ധങ്ങളിലൊക്കെ ഈ പലതും അങ്ങനെ മുറിഞ്ഞും ഒക്കെ പോയിട്ടുള്ളതായിട്ടുള്ള പല ശില്പങ്ങളുണ്ട്. അതെല്ലാം തന്നെ കഴിഞ്ഞ കാലത്തിലെ നമ്മുടെ നാട്ടിൻ്റെ സംഘർഷങ്ങളാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ നാഗശില്പങ്ങളുടെ ഒരു ഭാഗത്തേക്കാണ് നാം പോകുന്നത്. ഓരോ ശില്പത്തിൻ്റെയും മുകളിൽ അതിനടുത്ത് തന്നെ അതിനെ വിവരിച്ചു കൊണ്ടുള്ള ഫലകങ്ങളുണ്ട്. അത് വായിച്ച് എനിക്ക് ഇപ്പോൾ വിവരിക്കാൻ പറ്റുന്നതല്ല, അതിനുള്ള സമയമില്ല. അങ്ങനെ ശില്പങ്ങളുടെ ഐറ്റംസ് അങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇനി അപ്പുറത്തെ ഗാലറികളൊക്കെ ഈ പണ്ടുള്ള ഈ ശിലാഫലകങ്ങളാണ്. ഓരോ ഈ രാജാക്കന്മാരുടെ നോട്ടീസ് പോലെയുള്ള ഈ നാൽക്കവലയിൽ സ്ഥാപിക്കുന്ന ശിലാഫലകങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. പണ്ട് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ 8ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഉള്ള പല ലാംഗ്വേജുകളും, ഹൈറോഗ്ലിഫിക്സ്, പാലി, ഇങ്ങനെയുള്ളതൊക്കെ അതിലുള്ള പലതുമായിരിക്കാം ഇതൊക്കെ. ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് വായിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വളരെ പതുക്കെ അതിനെക്കുറിച്ചൊക്കെ വായിച്ച് അറിഞ്ഞ് മുന്നേറുകയാണെങ്കിൽ ഒരാഴ്ചത്തെ ഒക്കെ സമയം ഇതിനുള്ളിൽ നമുക്ക് ചിലവഴിക്കേണ്ടി വരും. പലതരത്തിലുള്ള ശിലാഫലകങ്ങളും മെറ്റലിൽ ഉൾപ്പെടെയുള്ള ശിലാഫലകങ്ങളും ഉണ്ട് ഇതിൽ. അടുത്തതായി നമുക്ക് കാണാനുള്ളത് താളിയോല ഗ്രന്ഥങ്ങളാണ്. വിവിധ കാലഘട്ടത്തിലുള്ള താളിയോല ഗ്രന്ഥങ്ങൾ, അത് വെച്ച് പൂട്ടാനുള്ള സാമഗ്രികളും എല്ലാം ഉണ്ട്. ഇപ്പോൾ നാം കാണുന്നത് സാരാനാഥിൽ നിന്നും ഉള്ള ചില ബുദ്ധമത ശില്പങ്ങളാണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക ചക്രം എടുത്തിട്ടുള്ളത്.
ഇനി നാം കാണാൻ പോകുന്നത് സ്കൂൾ കുട്ടികളുടെ വരവാണ്. ഇനി ബുദ്ധശില്പങ്ങളുടെ ഒരു കലവറയാണ്. ശില്പങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ബയോളജിക്കൽ ഗാലറിയിലേക്ക് പോകാം. ആദ്യമായി നാം കാണുന്നത് ഒരു തിമിംഗലത്തിൻ്റെ സ്കെലിറ്റനാണ്. വലിയ ഒരു ഹാളിൻ്റെ റൂഫിൽ മൗണ്ട് ചെയ്തിരിക്കുന്നതായാണ് തിമിംഗലം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തിമിംഗലത്തിൻ്റെ സ്കെലിറ്റൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ശരാശരി വലിപ്പമുള്ള തിമിംഗലത്തിൻ്റെ സ്കെലിറ്റനാണ്. 1874 മംഗലാപുരത്ത് വന്നടിഞ്ഞിട്ടുള്ള ഒരു തിമിംഗലമാണെന്ന് പറയപ്പെടുന്നു. മറ്റു ഒരുപാട് ജീവികളെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. ഇത് ഒരു ആനയുടെ സ്കെലിറ്റനാണ്. ഇനി നമുക്ക് ജുറാസിക് വേൾഡിലേക്ക് പോകാം. ഈ മ്യൂസിയത്തിലെ ഒരു ഹാളിൽ ഡൈനോസറസിൻ്റെ ഒരു ഷോ ഉണ്ട്. എല്ലാ 2 മണിക്കൂറിലും 15 മിനിറ്റിൻ്റെ ഒരു ഷോ ഉണ്ട്. നമുക്ക് ആ ഹാളിലേക്ക് പോകാം.
ഇനി ഈ ഗാലറിയിൽ നിന്നും പുറത്തിറങ്ങി മറ്റൊരു ഗാലറിയിലേക്ക് പോകാം. ഇനി നാം പോകുന്നത് ആയുധങ്ങളുടെ ഗാലറിയിലേക്കാണ്. സ്കൂൾ കുട്ടികളുടെ ഒരു ബാച്ച് ഇവിടെ ഇരിപ്പുണ്ട്. അവർ വിശ്രമത്തിലാണ്. ഞങ്ങൾ ആയുധങ്ങളുടെ ഗാലറിയിലേക്ക് നടന്നു. പുരാതനമായ ആയുധങ്ങളുടെ ഗാലറിയിലേക്ക്. രാജാക്കന്മാരുടെ ആയുധങ്ങൾ, രാജാക്കന്മാരുടെ പടയാളികളുടെ ആയുധങ്ങൾ, കുന്തങ്ങൾ, ശൂലങ്ങൾ മുതലായവ. ആദ്യത്തെ റൈഫിളുകൾ, കനേഡിയൻ റൈഫിളുകൾ. പുരാതന കത്തികൾ, വാളുകൾ, പരിചകൾ. എസ് കത്തികൾ, എസ് വാളുകൾ. പുരാതന യുദ്ധങ്ങളെല്ലാം എത്ര കഠിനമാണ് എന്നുള്ളത് നാം ഇതിൽ നിന്നും ഊഹിക്കാം. എത്ര വൈവിധ്യമാർന്ന ആയുധങ്ങൾ. ഇതെല്ലാം മനുഷ്യന്മാർ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചതാണ് എന്നോർക്കുമ്പോൾ വളരെയധികം നമുക്ക് വിഷമമുണ്ട്. ആയുധങ്ങളുടെ വൈവിധ്യത തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നാം ഗാലറിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിചിത്രമായ പല ആയുധങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തല ചിന്ന ഭിന്നമാക്കാനുള്ളത്, തല അടിച്ചു പൊട്ടിക്കാനുള്ളത്, അങ്ങനെ പലവിധ ക്രൂരതകൾക്കുള്ള ഉതകുന്ന ആയുധങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ ഇതൊന്നും ഏൽക്കാത്ത തരത്തിലുള്ള പുരാതന രാജഭടൻ്റെ ഒരു മെറ്റൽ ഷീൽഡ് ഡ്രസ്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആയുധപ്പുരയിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു വിചിത്രമായ വൃക്ഷം കണ്ടു. കാനോൻ ബാൾ ട്രീ എന്ന് പറഞ്ഞാൽ കാനോൻ എന്ന് പറഞ്ഞാൽ പീരങ്കി. കാനോൻ ബാൾ, അത് കാനോനിൽ, അതായത് പീരങ്കിയിലിടുന്ന ആ ഗുണ്ട്, അത് അതേപോലുള്ള ഒരു കായുള്ള വൃക്ഷമായതുകൊണ്ടായിരിക്കാം കാനോൻ ബാൾ ട്രീ എന്ന് പറയുന്നത്. വളരെ വിചിത്രമായ ഒരു വൃക്ഷം ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. ഞങ്ങൾ ചെന്നൈ മ്യൂസിയത്തിൽ നിന്നും വിട പറയുകയാണ്. ഹാളിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ റിട്ടേൺ ജേണി തുടങ്ങുകയായി.